ഇതൊരു കണ്ടന്റ് ആക്കി റീച്ച് ഉണ്ടാക്കി എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റൂ. എനിക്ക് നല്ലപോലെ അറിയാം എൻ്റെ വീഡിയോസ് കാണുന്ന പല ആൾക്കാരും ഈ പറഞ്ഞ ലോൺ ആപ്പിൽ ലോൺ എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്ന് ഗൈസ്, പ്ലീസ് ഒരിക്കലും ഡോണ്ട് ഡു ദിസ്. പൈസയ്ക്ക് അത്യാവശ്യമില്ലാത്ത ആരുമില്ല, പക്ഷേ ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ ചെന്ന് വീഴല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ഇതുപോലത്തെ തേർഡ് റേറ്റഡ് ആപ്ലിക്കേഷനിൽ ചെന്ന് പെടും. പക്ഷേ ദൈവത്തെ ഓർത്ത് അവർ ബ്ലാക്ക് മെയിൽ ചെയ്തോട്ടെ, ഒരു അടവ് മുടങ്ങുമ്പോൾ അവർ അവരുടെ ചെയ്യാവുന്നതൊക്കെ ചെയ്തോട്ടെ. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ പോയി ജീവിതം അവസാനിപ്പിക്കുന്ന രീതിയിൽ കൊണ്ട് എത്തിക്കല്ലേ. ഒരു കാര്യം അറിയാം, ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഭയങ്കര ഇല്ലീഗൽ പരിപാടിയാണ് ഇന്ത്യയിൽ. ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ ഡേറ്റ എടുത്തിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ്. അത് എപ്പോഴും മൈൻഡിൽ വെക്കണം. ഒരു ന്യൂസുകാരും ആ ലോൺ ആപ്പിന്റെ പേര് പറയത്തില്ലെന്ന് എനിക്കറിയാം. BUDDY. ന്യൂസുകാർ ഉൾപ്പെടെ പേടിക്കുന്നതിന്റെ കാരണം ഇവന്മാർക്ക് പുട്ടുപോലെ എന്റെ അക്കൗണ്ട് വേണേൽ തൂക്കിക്കളയാം. പക്ഷേ ഈ കുന്ത്രണം പിടിച്ച് ഇവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പിന്റെ പേര് പറഞ്ഞത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും തുറന്ന് പറയും, ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ഈ ധൈര്യം നിങ്ങൾ സൈബർ പോലീസിന്റെ അടുത്ത് എന്തുകൊണ്ട് പോകുന്നില്ല? സീരിയസ് ആയിട്ട് പറയാം. ഒരു പക്ഷേ ഈ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ലോൺ തിരിച്ചു പോലും അടയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. ലേറ്റസ്റ്റ് അറിയാൻ സാധിച്ചത് ആ പയ്യൻ ലോൺ എടുത്തിട്ട് പോലും ഇല്ല, ലോണിന്റെ പേപ്പർ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ടാണ് അവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട്. എനിക്ക് അറിയത്തില്ല, ഇത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ ആവും. അതുപോലെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത ചെന്നിത്തല സ്കൂളിൽ ഈ 3 മാസത്തിനിടയ്ക്ക് 2ാമത്തെ സൂയിസൈഡാ. ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ആൾ ഹോസ്റ്റലിൽ പോയിട്ട്, എടാ പിള്ളേരെ നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറ, നമുക്ക് സംസാരിക്കാം. ഞാൻ സൊല്യൂഷൻ പറഞ്ഞുതരാം. അല്ല ഒന്ന് പറഞ്ഞ് 2ാമത്തേന് ഇങ്ങനെ പോയി ചെയ്യല്ലേ പ്ലീസ്. ഈ പ്രശ്നം നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അല്ല. നിങ്ങൾ ഒന്ന് പറഞ്ഞ് എന്തിനാ ഈ സൂയിസൈഡ് ചെയ്യാൻ പോകുന്നേ?